ഒരു വീട് നമ്മൾ പണിയുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിട്ടാണ് വാട്ടർ ഹീറ്റേഴ്സിനെ കാണുന്നത്. ഏറ്റവും ഫൈനൽ ആയിട്ട് അത് പോയി സെലക്ട് ചെയ്യുകയും അത് അങ്ങനെ വെക്കുന്നതിലൂടെ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ എൻകൗണ്ടർ ചെയ്യാൻ വരുന്നുണ്ട്. ഇതിന് പകരം ഷവർ ചൂസ് ചെയ്യുമ്പോൾ തന്നെ എന്തുകൊണ്ട് വാട്ടർ ഹീറ്റേഴ്സ് ചൂസ് ചെയ്യണം എന്നത് രണ്ട് ഷവേഴ്സിനെ കമ്പയർ ചെയ്ത് നമുക്ക് നോക്കിയാലോ. ഇത് ജാഗ്വാറിന്റെ ക്യൂബിക്സ് പ്രൈം സീരീസിൽ വരുന്ന ഒരു ഷവറാണ്. ഈ ഷവർ ചൂസ് ചെയ്യുമ്പോൾ പ്രഷർ പമ്പ് നമ്മൾ മസ്റ്റ് ആയിട്ടും വെക്കണം. 1 ബാർ പ്രഷറിൽ 23 മുതൽ 25 ലിറ്റർ വെള്ളം വരെയാണ് ഈ ഷവറിൽ നിന്ന് 1 മിനിറ്റിൽ വരുന്നത്. ഷവറിലൂടെ വരുന്ന ചൂടുവെള്ളത്തിന്റെയും തണുത്ത വെള്ളത്തിന്റെ മിക്സിംഗ് റേഷ്യോ വരുന്നത് 3:1 ആണ്. അതായത് 3 ലിറ്റർ തണുത്ത വെള്ളത്തിന് 1 ലിറ്റർ ചൂടുവെള്ളം എന്നുള്ള രീതിയിൽ. സോ ഈ ഷവർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 8 ലിറ്റർ ചൂടുവെള്ളമാണ് 1 മിനിറ്റിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. സോ 10 മിനിറ്റ് കുളിക്കാൻ എടുക്കുന്ന ഒരാൾ 5 മിനിറ്റ് ഷവർ യൂസ് ചെയ്യുകയാണെങ്കിൽ 125 ലിറ്റർ വെള്ളം വരെ അയാൾക്ക് ആവശ്യമായിട്ട് വരും. ഈ സിറ്റുവേഷനിൽ സാധാരണ 6 to 10 ലിറ്റർ കപ്പാസിറ്റി ഉള്ള വാട്ടർ ഹീറ്റർ യൂസ് ചെയ്താൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ലഭിക്കില്ല. കാരണം ഈ 125 ലിറ്റർ വെള്ളത്തിൽ ഓൾമോസ്റ്റ് 41 ലിറ്റർ ചൂടുവെള്ളമാണ് നമുക്ക് ആവശ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ 15 മുതൽ 25 ലിറ്റർ കപ്പാസിറ്റി ഉള്ള വാട്ടർ ഹീറ്റർ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. ഇനി പ്രഷർ പമ്പ് വേണ്ടാത്ത സാധാരണ ഒരു ഷവർ എടുക്കാം. 8 മുതൽ 10 ലിറ്റർ വെള്ളം വരെയാണ് പെർ മിനിറ്റ് അതിന്റെ വാട്ടർ ഫ്ലോ ആയിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ 5 മിനിറ്റ് ഈ ഷവർ ഉപയോഗിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 50 ലിറ്റർ വെള്ളമാണ് ആവശ്യമായിട്ട് വരുന്നത്. സോ ഇതിന്റെ 1/3 ചൂടുവെള്ളം മിക്സ് ആയിട്ട് വരുമ്പോൾ 12 ലിറ്റർ ചൂടുവെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരും. സോ നമ്മൾ വാട്ടർ ഹീറ്റർ ചൂസ് ചെയ്യുമ്പോൾ 15 ലിറ്റർ കപ്പാസിറ്റി ഉള്ള വാട്ടർ ഹീറ്റർ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഇനി സാനിറ്ററി വെയർസിന്റെ ഒപ്പം തന്നെ നമുക്ക് വാട്ടർ ഹീറ്റേഴ്സും ചൂസ് ചെയ്യാം. അതിന് ജാഗ്വാർ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഡു വിസിറ്റ് പൈറ്റുക്കുളം മാർബിൾസ് ഫോർ യുവർ ഡ്രീം ഫ്ലോർ ആൻഡ് സാനിറ്ററി വെയർസ്.